കൂടി പ്രഗ്നൻസിയിലുണ്ടാവുന്ന ഹാർട്ട് ബേൺസ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചില്. ചിലർക്ക് ജസ്റ്റ് ഒരു ന്യൂസൻസ് മാത്രമാവും. പക്ഷെ ചിലർക്ക് അത് അവരുടെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനെ അവരെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് എന്തുകൊണ്ടാ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ റീസൺ ഹോർമോൺ ചേഞ്ചസ് തന്നെയാണ്. ഇപ്പൊ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ, പ്രഗ്നൻസി ഹോർമോൺ അത് എല്ലാ സ്മൂത്ത് മസിൽസിനും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കും ഫുഡ് പൈപ്പും തമ്മിലുള്ള ഇടയ്ക്കൊരു വാൽവ് ഉണ്ട്. ഈ ആസിഡ് തിരിച്ചു വരാതിരിക്കാൻ. അപ്പൊ അതിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നു. അപ്പൊ ആസിഡ് റിഫ്ലക്സ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ നമ്മുടെ ചെസ്റ്റിലും ത്രോട്ടിലും ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ അറിയാം യൂട്രസ് വളരുന്നു, വയറിൽ സ്പേസ് കുറവാണ്. അപ്പം ഹാർട്ട് ബേണിന്റെ ചാൻസസ് കൂടുന്നു. പിന്നെ ഇൻ ജനറൽ ഡൈജഷൻ കുറച്ച് സ്ലോ ഡൗൺ ആവുന്നുണ്ട് പ്രഗ്നൻസിയിൽ. അപ്പൊ ഇതിനൊക്കെ കൗൺട്രാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 3 ഹെവി മീൽസിന് പകരം സ്മോളർ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. കഴിക്കുമ്പോൾ നല്ലോണം ച്യൂ ചെയ്ത് സ്ലോലി കഴിക്കാനായിട്ട് നോക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ കിടക്കരുത്. ഒരു മണിക്കൂറെങ്കിലും ചെറുതായിട്ടൊന്ന് ചെറിയൊരു എക്സസൈസ് വാക്കിങ്ങോ എന്തെങ്കിലും ചെയ്തിട്ട് കിടക്കാനായിട്ട് നോക്കുക. ഇനി കിടക്കുകയാണെങ്കിൽ നമ്മൾ തലയൊന്ന് പൊക്കി വെച്ചിട്ട് ചെറുതായിട്ടൊരു അപ്രൈറ്റ് പൊസിഷനിലായിട്ട് കിടക്കാനായിട്ട് നോക്കുക, സിംറ്റംസ് കുറയ്ക്കാനായിട്ട്. ഇനി ചിലർക്ക് ചില ട്രിഗർ ഫുഡ്സ് ഉണ്ടാവാം. അത് ചിലർക്ക് സ്പൈസി ഫുഡ് ആയിരിക്കാം, ഫാറ്റി ഫുഡ് ആയിരിക്കാം. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രിഗർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനൊരു ഫുഡ് ഡയറി ഹെൽപ്പ് ചെയ്യും. അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സിംറ്റംസ് സഹിക്കേണ്ട കാര്യമില്ല. സേഫ് ആയിട്ടുള്ള പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റാസിഡ്സ് ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്യും. ഇനി അതും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ മെഡിസിൻസ് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്.